പത്തനംതിട്ട വാര്യാപുരം സ്വദേശി ഷിബുവിന്റെ തിരോധാനത്തിൽ തിരച്ചിൽ ഊർജിതമാക്കുന്നു പോലീസ്. കടാവർ നായ്ക്കളെ ഉപയോഗിച്ചാണ് തിരച്ചിൽ. ഷിബുവിനെ കാണാതായിട്ട് 15 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പോലീസ് അന്വേഷണം ഊർജിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഷിബുവിന്റെ കുടുംബം നേരത്തെ പരാതി നൽകി. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, ഈ വാര്യാപുരം സ്വദേശി ഷിബുവിന്റെ തിരോധാനത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ഏത് ദിശയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്? കഴിഞ്ഞ 31-ാം തീയതിയാണ് പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായിട്ടുള്ള തടിപ്പണിക്കാരൻ 43 വയസ്സുകാരൻ ഷിബുവിനെ കാണാതായത്. ഷിബുവിനെ കാണാതായി ആദ്യഘട്ടത്തിലൊന്നും പോലീസ് ഗൗരവത്തിൽ അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് കുടുംബമടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഷിബുവിന്റെ കുടുംബം പരാതിയും കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ ഇതുവരെയും ഷിബുവിനെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷിബുവിന്റെ സ്കൂട്ടർ വാര്യാപുരത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. ഷിബുവിന്റെ മൊബൈൽ ഫോൺ കേടായതുകൊണ്ട് അന്വേഷണം കാര്യക്ഷമമായിട്ട് പുരോഗമിക്കുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ ഡോഗ് സ്ക്വാഡുമായിട്ട്, അതായത് ഈ കടാവർ നായ ഉപയോഗിച്ചും തിരുവനന്തപുരത്ത് നിന്ന് കേണൈൻ സ്ക്വാഡിന്റെ കടാവർ നായ ഉപയോഗിച്ചുകൊണ്ട് ആറന്മുള പോലീസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയുടെ വാര്യാപുരം പ്രദേശത്ത് തന്നെയുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തി. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 15 ദിവസങ്ങൾ പിന്നിടുകയാണ് ഷിബുവിനെ കാണാതായിട്ട്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാഭാവികതയുണ്ടോ, അല്ലെങ്കിൽ ഷിബു എവിടെ പോയതാണോ? കുടുംബത്തിന് ഇതുവരെ യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കടാവർ നായ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. ഈ വാര്യാപുരത്തിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ തിരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്വാഭാവിക പരിശോധന എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. വരും ദിവസങ്ങളിലും വിവിധയിടങ്ങളിൽ പരിശോധന നടത്തും. ഷിബുവിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.